ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫംഗ്ഷൻ റിലേറ്റഡ് പാർട്ട് 4 ആണ്. അത് ഫൈനൽ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മളിതേ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങും അല്ലേ? യെസ് ഗൈസ്. ഇതിൽ നമുക്ക് പോകണ വഴിയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ്. വൈകിട്ട് ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്ത് വെച്ചെങ്കിൽ. അത് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ടുള്ള ബാഗ്. അപ്പോൾ ഇത് അച്ഛൻ, ഇതാണ് ചിറ്റപ്പൻ കേട്ടോ. അപ്പോൾ ചിറ്റപ്പൻ ആണെങ്കിൽ വീഡിയോയിൽ മുമ്പിൽ വരാൻ ഭയങ്കര നാണം, അതുകൊണ്ട് പിന്നെ കാണിച്ചില്ല. പിന്നെ ഇത് മുത്തശ്ശൻ, ഇതാണ് അശ്വൻകുട്ടൻ ഗൈസ്. അവൻ അറിയാതിരുത്തിട്ട് അവൻ കണ്ടു, അവന് ഭയങ്കര നാണമാണ്. ഇത് അമ്മാമ്മ. ഇദ്ദേഹം അശ്വനെ ഒരു കണക്കിന് എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൊണ്ട് വീഡിയോയുടെ മുമ്പിലാക്കി ഗൈസ്. കണ്ടില്ലേ? അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് കാണിച്ചാണത്. അപ്പോൾ നമ്മളിതേ പോകാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോകാൻ പോവാണ്. എന്തായാലും എല്ലാവരും റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ചിറ്റപ്പനെ, അച്ഛനെ, മുത്തനെ, അമ്മാമ്മേനെ, ചിറ്റേനെ, അശൂറിനെയൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് യേശൂരിനെ രഹിച്ചേനെ കാണിച്ചു തരാം. നമ്മൾ പോകാൻ അപ്പോൾ ഗൈസ്, ഞാൻ, ലച്ചു, അമ്മമ്മ, ഷൂട്ടൻ, മുത്തശ്ശൻ, ചിറ്റപ്പൻ, അച്ഛൻ, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ കാറിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കേശുണ്ണും ജയിറ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ അവൻ പറഞ്ഞാണ്, നീ ഇവിടെ നിൽക്ക് നിങ്ങൾ ഇവിടെ നിൽക്ക്, നാളെ അപ്പോൾ നിങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ കിടന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നാളെ നീ എണീക്കണേ മുമ്പ്, നീ എത്തണേ മുമ്പ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ കേശുവിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഏറ്റവും ചോദിച്ചപ്പോൾ അവനിപ്പോൾ എണീറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞ വാക്ക് കറക്റ്റായി കേസ്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം പോസ്റ്റായിട്ടിരുന്നു. അവിടെ ചിറ്റ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റായിട്ടിരുന്നു. ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക്. കേശുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാട്ട് വെച്ച് തുള്ളെങ്കിലും ചെയ്താണ്. പക്ഷേ ഇതതുപോലും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കേശുട്ട് വന്നപ്പോൾ ഞങ്ങൾ പറ്റിച്ചു കേസ്. ഞങ്ങൾ കേശുട്ടൻ അവിടെ പുറത്തെത്തിയപ്പോൾ ഞങ്ങൾ മേളത്തെ റൂമിൽ പോയി വിളിച്ചിരുന്നു. പക്ഷെ അവൻ കണ്ടുപിടിച്ചു. കാരണം ഞങ്ങളുടെ ചിരി, ഞങ്ങൾക്ക് ഭയങ്കര ചിരി സഹിക്കാൻ പറ്റാണ്ടായിരുന്നു. ചിരി കേട്ട് അവൻ പിന്നെ ഒന്നുമില്ലല്ലോ, അലമാരി ഒന്നുമില്ലാത്തതുകൊണ്ട് എക്കോ കേൾക്കും. അപ്പം അങ്ങനെ ചിരിച്ച് ഒരു വകയായപ്പോൾ ചിരി കേട്ട് അവൻ മേളിലേക്ക് ഓടി വന്നു. അങ്ങനെ കണ്ടുപിടിച്ചു ഞങ്ങളെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കുറേ നേരം ഇങ്ങനെ സോഫയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സോഫയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, പിന്നെ അടുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ഒരു പൂവിൻ്റെ അച്ഛൻ. അപ്പോൾ ലച്ചു ആണെങ്കിൽ അതിനകത്ത് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അച്ഛനും ചിറ്റപ്പനും മുത്തനും കൂടി ഞങ്ങളുടെ അടുത്ത് പറയാതെ അവർ നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവർ വന്നത് കാറിലായിരുന്നു ഞങ്ങളുടെ ബാഗെല്ലാം വച്ചിരുന്നത്. പക്ഷേ ആ ബാഗ് എടുക്കാതെ പോയി. അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലും ഇല്ല പോയിന്ന്. പിന്നെ വിളിച്ച് പറഞ്ഞ് അവർ വേഗം വന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ വേഗം റെഡിയായി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജമ്മിറ്റ്, അത് അശുകുട്ടൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ വേണ്ടി റെഡിയാവാണ്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു, ലച്ചും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർ റെഡിയാവാണ്. അപ്പോൾ ഇതാണ് കേശൂട്ടൻ. കേശു നല്ല ലുക്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ, ഇപ്പോൾ അമ്മ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവാണ്. അപ്പോൾ രഹിച്ചേനെ ഞാനും ലച്ചും കൂടെ ഒരുക്കി കൊടുത്തത്. അപ്പോൾ രഹിച്ചെങ്കിൽ രമ്മിറ്റ് ഇപ്പുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ ഇന്ന് അമ്മയ്ക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ ഗൈസ്, എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. അപ്പോൾ രഹിച്ച നല്ല സെറ്റ് ഉണ്ട്. എനിക്ക് ആ സാരിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെ ഞങ്ങളെയൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ടിൽ, ഇത് മറ്റേ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം വലിയതാണ്. പക്ഷേ അധികം കുറേ കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് ഐസ്ക്രീമൊക്കെ ഉള്ള സ്ഥലം ഗൈസ്. അങ്ങനെ അത് കുറച്ചങ്ങനെ കാണിച്ചു. ഇതാണ് നമ്മുടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കുറേ കസേരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, കുറേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ വന്നു. അങ്ങനെ അവരുടെ ഒപ്പമൊക്കെ കുറേ നേരം അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ 4 പേരും കൂടി അകത്തേക്ക് പോയി നന്നായിട്ട് തുള്ളാൻ വേണ്ടി പോയി. നല്ല DJ സോങ്ങൊക്കെ വെച്ചിട്ട് ഞാനും കേശൂട്ടും കുറേ കഴിയുമ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടോ. കേശൂട്ടിനും ഞാനും അശൂട്ടിനും ലച്ചും കൂടി തുള്ളാൻ വേണ്ടി ഇരുന്നു.
പാടില്ലേ ഈ നമ്മുടെ സ്പീക്കറും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ തുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് DJ സോങ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങളുടെ പരിപാടി അതാണ്, തുള്ളലാണ്. പിന്നെ തുള്ളി നല്ല ഇതായിട്ട് തുള്ളിക്കൊണ്ട് വരുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വീടൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ കയറി. അപ്പോൾ ഞങ്ങളുടെ തുള്ളലിൻ്റെ ഫ്ലോ അങ്ങോട്ട് പോകും. പിന്നെ അത് നിർത്തും, അവർ പോയി കഴിയുമ്പോൾ വീണ്ടും തുള്ളും, അപ്പോൾ അടുത്ത ആൾക്കാർ നിർത്തും. അതായിരുന്നു പരിപാടി. അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ സ്റ്റൂ, അപ്പം, പിന്നെന്താ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഇത്ര സാധനം ഉണ്ടായിരുന്നു. ഞാൻ നെയ്ച്ചോറ്, പിന്നെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നു. ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയാണ് കഴിച്ചത്. ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പോയി. കണ്ടില്ലേ ഗൈസ്, അത് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കുറേ നേരം ഇങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷനാണ് ഇന്ന്. ഇതാണ് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ചിലപ്പോൾ ഇവിടെ നിൽക്കും, ചിലപ്പോൾ ഞങ്ങൾ പോവും. അപ്പോൾ അതാണ് പരിപാടി. ആലോചിച്ചിട്ടില്ല ഇവിടെ നിൽക്കണോ വേണ്ടിയെന്ന്. അപ്പം ഞാൻ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. എന്തായാലും ഫോണെനിക്ക് ഞാൻ കഴിച്ചു തരാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അമ്മ ഫോണും കൊണ്ട് പോകും. ചിലപ്പോൾ ഞാനും ചേച്ചി മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ, പിന്നെ അശ്വമിക്കണം. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ നിൽക്കും. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷനിൽ പിന്നെ വലിയ വീഡിയോ എടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കേൾക്കാം. ഗൈസ്, എന്തായാലും പോണതിന് മുമ്പോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അന്നേരമേ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ലച്ച് അവിടെ ചിറ്റയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ചിറ്റയ്ക്ക്. അപ്പോൾ അതാണ് അവൾ വരാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞ് കുറച്ച് നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി അതാണ് ഗൈസ് നമ്മൾ തലയിൽ എടുത്തിട്ട് അവിടെ കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് ഫംഗ്ഷൻ റിലേറ്റഡ് പാർട്ട് 4 ഫൈനൽ പാർട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ പുറകെ ബാക്കി എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പാർട്ട് 3 ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണാത്ത. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ വരെ കാണാം. ഓക്കെ, ബൈ. ബൈ.